കഴിഞ്ഞ 9 വർഷമായിട്ട് ബംഗാളിൽ എനിക്ക് ദൈവമാണ് ജീവൻ തന്നതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ എല്ലാ ലാഭവും എൻ്റെ കർത്താവിൻ്റെതാണെന്നുള്ള പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ട് ഞാൻ ബംഗാളിൽ ട്രൈബൽസിൻ്റെ ഇടയിൽ എഴുത്തും വായന അറിയാൻ പെടാത്തവരുടെ ഇടയിൽ പോയി ശുശ്രൂഷാലസ് ആരംഭിച്ചു. ഞാൻ സാധാരണ ചെയ്യുന്നത് ഒരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ്, എല്ലാ വർഷവും 1500 പേഷ്യൻസിന് ഫ്രീ മെഡിസിൻ കൊടുക്കും, 3000 പേർക്ക് 3 ദിവസം ഫ്രീ ഫുഡും കൊടുക്കും. കാരണം ദൈവം എനിക്ക് ആരോഗ്യം തന്നുകൊണ്ട് അധ്വാനിച്ച് എനിക്ക് പൈസ ഉണ്ടാക്കാൻ ദൈവം എനിക്ക് പുതിയ ജീവൻ തന്നുകൊണ്ട് അതെല്ലാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചിലവായി പോകാനായിട്ട് ഇടയായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവർക്കിങ്ങനെ നമ്മളെപ്പോലെ ഇങ്ങനെ ഇരുന്ന് വലിയ സർമ്മണമൊന്നും ശ്രദ്ധിക്കാനില്ല. അവർക്ക് ഒന്നാമത് എഴുത്തും വായന ആർക്കും എഴുതാനും വായന അറിയാൻ പാടാത്തവരാ. അവർക്ക് അതുകൊണ്ട് എല്ലാം കാണിച്ചു കൊടുത്താലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എപ്പോഴും കുറേ ബലൂണും എപ്പോഴും ഓബ്ജക്ട്സുമായിട്ടാണ് ഞാൻ കടന്നു പോകുന്നത്. 15-20 മിനിറ്റ് കൂടുതലൊന്നും അവരോട് പറഞ്ഞാൽ അവർക്കത് ഗ്രഹിക്കാൻ കോൺസെൻട്രേഷനില്ല. കാരണം ദേ നെവർ സിറ്റ് ഇൻ ദ സ്കൂൾ. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ കുറേ ബലൂൺസ് പല കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുന്നതോടെ ദൈവം എനിക്ക് പുതിയ പുതിയ ഐഡിയാസ് തരികയാണ്. അവർ എങ്ങനെയായാലും സുവിശേഷം അറിയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ വലിയ ആഗ്രഹം. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് ഇത് സിസ്റ്റർ മോളി സിസ്റ്റർ പറഞ്ഞ സെയിം പോയിന്റ് ഞാൻ ഈ ട്രൈബൽസിൻ്റെ ഇടയിൽ പറയുന്ന പോലെ നിങ്ങളോട് പറഞ്ഞാൽ നമുക്കറിയാലോ 1000 വേർഡ്സിനേക്കാൾ ഒരു പിക്ചർ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കത്തില്ലയോ? അതുകൊണ്ട് സിസ്റ്റർ മോളി പറഞ്ഞ മെസ്സേജ് തന്നെയാണ് അതിൽ തന്നെ പിടിച്ചു നിൽക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു നല്ല ക്യാരക്ടറുള്ള വൈഫെന്ന് സിസ്റ്റർ മോളി പറഞ്ഞു. അപ്പം ലെമുവൽ രാജാവിനോട് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഭാര്യ എടുക്കുമ്പോൾ നല്ല ക്യാരക്ടറുള്ളായിരിക്കണം. ആ ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് എപ്പോഴും വിശ്വസിക്കുന്നത്, നിനക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോകത്തക്ക രീതിയിൽ വിശ്വസിച്ച് വിടാവുന്ന ഒരാളായിരിക്കണം. അപ്പം ഇത് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ എഴുതുവാണ്. ഇങ്ങനെയാണ്, അവിടെ ബോർഡൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പേനയും ബലൂണും ഉണ്ട് ബോർഡ്. അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ എഴുതുകയാണ്. ഇവിടെ അവിടെ ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എഴുതുന്നേ ഉള്ളൂ. ഒരു ക്യാരക്ടർ ഉള്ള വൈഫായിരിക്കണം. അപ്പോൾ ക്യാരക്ടറുള്ള വൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഭർത്താവിന് ഒരു നഷ്ടം ഉണ്ടാക്കത്തില്ല, എപ്പോഴും ലാഭം തന്നെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇപ്പം ലാഭം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഇവിടുത്തെയുള്ള ഒരു ക്രോഗറിൽ ഒരു 99 സെൻറ്റിന് ഒരു 12 പാക്ക് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ പറഞ്ഞെങ്കിലേ ഒരു കുറച്ച് സോഡ കിട്ടും. ഞങ്ങളുടെ അവിടെയുള്ള ക്രോഗറിലല്ല, ഞങ്ങളുടെ ഉള്ള വാൾമാർട്ടിൽ അതിന് 4.99. ഞാനത് ആ 99 സെൻറ്റിനുള്ളത് മേടിക്കാനായിട്ട് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് ഇത് അവിടെ കൊണ്ടുവരുമ്പോഴത്തേനും അതിന് ഗ്യാസ് തന്നെ $10. ലാഭം ഉണ്ടാക്കാൻ കിട്ടിയാണ്. കാരണം എങ്ങനെയായാലും നമുക്ക് ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുന്ന പലരും എനിക്കറിയാം. ഒത്തിരി ദൂരെ യാത്ര, അതല്ലാട്ടോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും അവൾക്ക് ഒരു നഷ്ടം ഉണ്ടാകത്തില്ല. എപ്പോഴും മൈ ഹസ്ബൻഡ് ഈസ് സുപ്രീം പ്രയോറിറ്റി. അതാണ് എപ്പോഴും എൻ്റെ ലൈഫിലെ ഏറ്റവും 1ാം സ്ഥാനം നിനക്കാണ്. എൻ്റെ അച്ഛൻ എപ്പോഴും എൻ്റെ കൊച്ചുങ്ങളുടെ പോയി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഷീ ഈസ് മൈ നമ്പർ 1 ഇൻ മൈ ലൈഫ്. അവരെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അല്ല നീ എല്ലാം അമ്മയോട് ചോദിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഓൾവേസ് അച്ഛൻ പറയും അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളിത് പഠിക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഷീ ഈസ് നമ്പർ 1 ഇൻ മൈ ലൈഫ്. അങ്ങനെ നമ്മുടെ ഭർത്താവ് നമ്മളെക്കുറിച്ച് പറയാനായിട്ട് നിങ്ങൾ നമ്മുടെ ജീവിതം ശരിയാക്കണം. അതാണ് ഈ വചനം കൊണ്ടെല്ലാം നമ്മൾ ദേവോഭക്തി കൊണ്ടെല്ലാം നമുക്കുണ്ടാകേണ്ടതാണ്. അപ്പോൾ ക്യാരക്ടറുള്ള ഒരു വുമണാണ് എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു പുരുഷന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് ആദ്യത്തെ പോയിൻ്റ് ക്യാരക്ടറായിരിക്കണം. നമ്മുടെ സ്ത്രീയെ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു നല്ല സ്വഭാവമുള്ള ഭാര്യ. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് വായിക്കും, വയസ്സായതുകൊണ്ട് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ ശരിയായിട്ട് വരുന്നില്ല. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവൾ തൻ്റെ അവൾ എപ്പോഴും ഒരു ഹോം മേക്കറാണ്. വേലക്കാരത്തികൾക്ക് അവളുടെ താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു, കൈനോട്ടം കണ്ടോളൂ, മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. അവൾ എപ്പോഴും ഒരു ഹോം മേക്കറാണെന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഭവൻ ഞാൻ പറഞ്ഞത് നമ്പർ 1 നമ്മുടെ ലൈഫിൻ്റെ നമ്പർ 1 ഹസ്ബൻഡ് ആണെങ്കിൽ നമ്പർ 1 തന്നെയാണ് നമ്മുടെ ഹോം. നമ്മൾ ഇതെങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ യഹോഭക്തി കൊണ്ടാണെന്ന് പറഞ്ഞു. യഹോഭക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുന്നതല്ലേ യഹോഭക്തി. ഉള്ള പ്രാർത്ഥനയ്ക്കെല്ലാം പോകും. ഭർത്താവിന് വേണ്ട ആഹാരം കൊടുക്കത്തില്ല, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാതെ നമ്മളിങ്ങനെ നടന്ന് പ്രാർത്ഥിക്കുന്ന വലിയ യഹോഭക്തിയാണെന്ന് പറഞ്ഞാൽ അതല്ല കർത്താവ്. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഭർത്താവിന് സുപ്രീം പ്രയോറിറ്റി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹോം മേക്ക് ചെയ്യുവാനുള്ള ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതെ ലോകം മുഴുവൻ നന്നാക്കാൻ പോയാലൊന്നും കർത്താവിൻ്റെ വചനത്തിൽ അത് വളരെ എതിരാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥന വേണ്ട എന്നല്ല, നമ്മൾ എപ്പോഴും ഒരു ഹോം വർക്ക് ഉണ്ട്. റിയൽ അത് ലെമുവൽ വാലിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഒരു ഭാര്യ എടുക്കണമെങ്കിൽ ഭർത്താവിനെ ശരിയാമെത്ത് നോക്കുന്നതായിരിക്കണം. നമ്മുടെ വീട് അലങ്കോലപ്പെടുത്തി ഇട്ടിട്ട് പോയി വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കുന്ന സ്ത്രീ ആയിരിക്കരുത്. വീട് നല്ലോണം നോക്കാൻ അറിഞ്ഞിരിക്കണം. എന്നിട്ട് പറയുകയാണ് അവളുടെ കൈ എളിയവർക്ക് അവൾ കിട്ടുന്നു. വളരെ ജനറസ് ആയിട്ടുള്ള. അപ്പോൾ ഹോം മേക്കർ ആയിരിക്കണം. ക്യാരക്ടറുള്ള സ്ത്രീയെ ഹോം മേക്കർ. പിന്നെ പറഞ്ഞിരിക്കുന്ന അവളുടെ ജനറോസിറ്റി ടു ദ നെയ്ബേഴ്സ്.
മനുഷ്യർക്ക് ആവശ്യക്കാരെ കണ്ടാൽ സഹായിക്കുന്ന ഒരു പെണ്ണിനെ വേണം നീ എടുക്കാനെന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്കത് പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, അവളുടെ വായിൽ നല്ല നല്ല ദയുള്ള ഉപദേശമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾവേസ് ഹെർ ഇൻഫ്ലുവൻസ്, ഹെർ എഫക്റ്റീവ്നെസ്, ഹെർ കമ്മ്യൂണിക്കേഷൻ, നല്ല വിഷ്ടമുള്ള വർത്തമാനമാണ്. വാചനം കേട്ടാൽ തന്നെ ഒരു സ്വീറ്റ്നെസ് തോന്നും. അല്ലാതെ കടി പിഴിയുന്ന എപ്പോഴും അരിശവും ദേഷ്യവും ഒക്കെ ആയിട്ട് കുടുംബത്തിൽ നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ചെന്ന് പറഞ്ഞ് നമുക്ക് തോന്നിയതുവരെയുള്ള വർത്തമാനങ്ങളൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിന് ഇഷ്ടമല്ല. അപ്പോൾ അവളുടെ ജീവിതം അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, അവസാനം പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്ത് അവൾ സാക്രിഫൈസ് ആയിട്ട് അവളുടെ ജീവിത ത്യാഗ മനോഭാവത്തോടെ ഇതെല്ലാം ചെയ്തിട്ട് അവൾ പ്രായമായി കഴിയുമ്പോൾ പിള്ളേരെ എഴുന്നേറ്റ് പറയുകയാണ്, യു ആർ ഭാഗ്യവതി. നമ്മൾ ഓർക്കും നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത് ഇതെല്ലാം ഇറ്റ് വിൽ കം ബാക്ക് ടു യു. അത് മനസ്സിലായോ? നമ്മളിപ്പം അധ്വാനിച്ച് കുറേ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലോ ഒന്നും കുഞ്ഞുങ്ങൾ പ്രായമായി കഴിയുമ്പോൾ അവരെഴുന്നേറ്റ് നീ ഭാഗ്യവതി എന്ന് പറയണമെങ്കിൽ അവരെങ്ങനെ അവരുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ എന്തെല്ലാം സാക്രിഫൈസ് ചെയ്തിട്ടു എന്നൊക്കെ അന്നേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ചിൽഡ്രൻ എഫക്റ്റീവ്നെസ് ആസ് എ മദർ, ഒരു അമ്മ എന്ന നിലയിൽ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയുന്ന ഒരു കാലമുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഹസ്ബൻഡ് പ്രൈസ് ചെയ്യുകയാണ്, ഓ അവൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നിങ്ങനെ ആയത് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഭാര്യ എന്നെ ആക്കിയതാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം മോൾ സിസ്റ്റർ പറഞ്ഞ് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം കൂടി ഇരുന്നിട്ട് മദർ എന്ന നിലയിൽ ഒരു നല്ല ക്യാരക്ടറുള്ള സ്ത്രീയെ, സഹോദരൻ അയൽവാസികൾക്ക് നല്ല ദയുള്ള ഉപദേശം, ടീച്ചർ, മറ്റുള്ളവർ എന്തെങ്കിലും ആവശ്യം വന്നാൽ അവരെ സഹായിക്കാൻ പറ്റുന്ന എഫക്റ്റീവ്നെസ്, മദർ, ഇതെല്ലാം കൂടെ ഉണ്ടായി കഴിയുമ്പോൾ പറയുകയാണ്, അവസാനം പറഞ്ഞിരിക്കുകയാണ്, യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ മെസ്സേജ്. അതാണ് എങ്ങനെയാണ് ഇതൊക്കെ. മോൾ സിസ്റ്റർ ഓൾറെഡി പറഞ്ഞു എന്താണ് ഒരു സ്ത്രീയെ എങ്ങനെയാണ് ഒരു ഫ്രൂട്ട്ഫുൾ സ്ത്രീ ആയിരിക്കണം, അതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഇന്ന് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഈ ഇത്രയും ക്യാരക്ടറുള്ള ഒരു സ്ത്രീയെ ഭവനത്തിൽ ഭർത്താവ് എഴുന്നേറ്റ് പറയുകയാണ്, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് പറയുകയാണ്, യു ആർ സോ ബ്ലെസ്ഡ്, യു ആർ സോ, നിന്നെ എനിക്ക് പ്രശംസിപ്പാൻ തക്കവണ്ണമുണ്ട്, ഇങ്ങനെയുള്ളൊരു സ്ത്രീയാണ് നീ എടുക്കേണ്ടതെന്നാണ് ശമൂവേൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവളാണ് ഭവനത്തിൽ എപ്പോഴൊരു വിളക്കായിട്ട് ഇഷ്ടമായിട്ട് ഇരിക്കാൻ. ഇതെങ്ങനെ സാധിക്കും? ഇതാണ് എൻ്റെ അടുത്ത മെസ്സേജ്. ഇങ്ങനെ ഒരു നല്ലൊരു ഒരു ഭവനത്തിൽ ഒരു നല്ല ക്യാരക്ടറുള്ള വൈഫ്, നല്ല മനുഷ്യർക്ക് സഹായം ചെയ്യുന്ന ഒരു സ്ത്രീയെ, നല്ല ശാന്തമായിട്ട് സംസാരിക്കുന്നത്, കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് എൻ്റെ അമ്മ അവളുടെ ജീവിതത്തിൽ വളരെ കഷ്ടം സഹിച്ച് ഞങ്ങൾ വളർത്തി എന്ന് പറയുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരും. അപ്പം നമ്മൾ ഓർക്കുന്നത് പോയി എനിക്ക് എന്നും കഷ്ടപ്പാടാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ. ആ മനുഷ്യർ സാധാരണ സ്ത്രീകൾ ചെയ്യുന്ന ഇങ്ങനെ വിഷമ പ്രയാസമൊക്കെ വരുമ്പോൾ ആ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാതെ അവിടെ ഇവിടെ ഓടി നടന്ന് പ്രസംഗം കേട്ടിട്ടും പ്രാർത്ഥന കേട്ടിട്ടും കുറേ ടേപ്പ് ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ ഏൽപ്പിച്ചാലും എപ്പോഴും പ്രൈസ്തലോട് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും കുടുംബജീവിതം പണിയെടുക്കപ്പെടത്തില്ല. അതിനെനിക്ക് പറയാനുള്ളത് എപ്പോഴും അത് മോൾ സിസ്റ്റർ ഓൾറെഡി അതും അവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു സബ്മിസീവ് വൈഫിന് മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. എന്താണ് ഈ യഹോഭക്തി എന്ന് പറയുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയല്ല യഹോഭക്തി എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഈ ഭക്തിക്ക് ദൈവഭയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 2 പോയിന്റാണ് എനിക്ക് എപ്പോഴും എന്നെ പഠിപ്പിച്ച കാര്യമാണിത് ഞാൻ ഈ പറയുന്നത്. ഒബീഡിയൻസ് ആൻഡ് ട്രസ്റ്റ്. അപ്പോസ്തലനായ പത്രോസ് വളരെ അധ്വാനിച്ചു എന്ന് പറയുകയാണ്. സബ്മിഷൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ തന്നെ ഞാൻ വായിച്ചു കേട്ടെ, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ട് പറയുന്നതാണെന്ന് നിങ്ങൾ പറയാതിരിക്കേണ്ടതിന് ഞാൻ ഇത് തന്നെ പറയട്ടെ. ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 11 ചണ്ട കൂടുന്ന പുരുഷൻ്റെ ഫസ്റ്റ് കൊറിന്ത്യൻസ് ചാപ്റ്റർ 11 വേഴ്സ് 1. ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല. നമ്മൾ കല്യാണത്തിന് ഇഷ്ടംപോലെ വായിച്ചു കേട്ടുള്ള വാക്യമാണിത്. സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എഫീഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22-23. ഭാര്യമാരെ കർത്താവിന് എന്നപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. അതുപോലെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. പിന്നെ ടൈറ്റസ്, യവനക്കാർത്തികളെ ഭർത്തൃപ്രിയരും പുത്രപ്രിയന്മാരും സുബോധവും ബാധ്യവൃത്തമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയുള്ളവരും ഭർത്താക്കന്മാർ കീഴ്പ്പെടുന്നവരും ആയിരം പരിശീലിപ്പിക്കേണ്ടത് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് ഞാൻ പ്രശംസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന അധികം പേർക്കും ഒരു 50 വയസ്സിൽ മേളെ പ്രായമായതായി. ഞങ്ങളുടെ കുടുംബജീവിതമൊക്കെ ഒരു അവസാനത്തോടായിട്ടുണ്ട്. ഇനിയിപ്പം അതൊക്കെ നേരത്തെ ഞങ്ങൾ പഠിക്കേണ്ടതായിരുന്നു, അന്നേരത്തെ കുറച്ചുകൂടെ ഒക്കെ ശരിയാക്കിയിരിക്കാം.